ഹലോ, കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ദേ ഇവിടെ നിന്നാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ മോർണിംഗ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഫ്രിഡ്ജിൽ ദോശ ഇരിക്കണോണ്ട് നമുക്ക് ദോശ തന്നെ പഠിക്കാം. ഞാൻ 2017 തുടങ്ങിയിട്ട് വീട്ടിൽ നിന്ന് മാറിക്കണെങ്കിലും കുക്കിംഗ് എനിക്ക് വലിയ വശമില്ല. സ്വന്തമായിട്ട് കുക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ ഇതിൽ വന്നിട്ടില്ലേ. ഡിഗ്രി കഴിഞ്ഞ് ബാംഗ്ലൂർ പഠിക്കാൻ പോയപ്പോ അവിടെ PG എടുത്തുകൊണ്ട് ഫുഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലാറ്റ് എടുത്ത് മാറിയപ്പോ ലൊക്കേഷൻ മടിവാള തവരക്കര ആയതുകൊണ്ട് ഇഷ്ടംപോലെ മലയാളി മെസ് ഉണ്ട്. പിന്നെ ഫുഡ് മെസ്സിന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണ് UK എത്തിയത്. കുക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്പോഴും കുക്കിംഗ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇനി ചെയ്യാണ്ടിരിക്കാണ്ട് ഒരു വഴിയില്ല, കളത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ. നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോയിട്ട് ടേബിളിൽ നമ്മുടെ മുന്നിൽ ഫുഡ് എത്തൂലേ, അതേപോലെ ഫുഡ് എത്തിയാലേ അവൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. കറി ഉണ്ടാക്കുന്ന സ്മെല്ലോ മസാലയുടെ സ്മെല്ലോ ചോറുണ്ടാക്കുന്ന സ്മെല്ലോ അടിച്ചിട്ടുണ്ടെങ്കിൽ ആളപ്പോ 90s കിഡ്സ് കുറെ പേരൊക്കെ ഇപ്പൊ ഈ സ്റ്റേജ് കടന്നു പോയിട്ടുണ്ടാവും. കുറച്ചുപേര് എന്നെ പോലെ ഈ സ്റ്റേജിലായിരിക്കാം. ഇനി ബാക്കിയുള്ളവര് എത്രയും പെട്ടെന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തട്ടെ. നിങ്ങളിപ്പോ ഏത് സ്റ്റേജിലാണെന്ന് ഒന്ന് കമന്റ് എടുത്താ. ഈ കറിയിലൊക്കെ താളിച്ചൊഴിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എന്റെ ലൈഫിൽ ആദ്യത്തെ താളിച്ചൊഴിക്കലാണ് ഈ കണ്ടത്. ഇനി എത്ര താളിക്കലുകൾ കാണാൻ കിടക്കണം അല്ലെ. അങ്ങനെ ദോശയും എന്റെ സ്പെഷ്യൽ ചട്നിയും റെഡി ആയിട്ടുണ്ട്. കിച്ചണിലെ സ്മെല്ല് അടിക്കണമെന്ന് കഴിച്ചിട്ട് നമ്മൾ റൂമിൽ ഇരുന്നിട്ടാണ് കഴിച്ചത്. എല്ലാം കഴിഞ്ഞ് കിച്ചൺ സെറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു സന്തോഷം.